ഇന്നൊരു വെറൈറ്റി കാഴ്ച കേട്ടോ. നമ്മുടെ വീട്ടിൽ നിങ്ങളിന്ന് കാണിച്ചു തരുന്ന ഇത് കാണിച്ചു തരാനുള്ള കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നൊരു മെച്ചമായത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതും കൊണ്ടൊരു ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിങ്ങനെ ഒരുപാട് പഴയ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു കടയിൽ ഒരുപാട് പഴയ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പഴയ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ കൊണ്ട് ഒരു കട അലങ്കരിച്ചാലും അടിപൊളിയാണ്. അതായത് ഞങ്ങളൊക്കെ ഒരു 2005 ആ കാലഘട്ടത്തിൽ തന്നെ ഈ കടയിൽ പോയി അവിൽ മിൽക്ക് കുടിച്ചിരുന്നു. അന്ന് അവിൽ മിൽക്കിൻ്റെ വില 6 രൂപയാണ്. ഇതൊരു എല്ലാം പഴയ സാധനങ്ങളുണ്ട്, ഒരുപാട് പഴയ സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇത് പണ്ടത്തെ നമ്മളെ ടെലിഫോണാണ്. കിണ്ടികൾ ഒരുപാട്, ഓടിൻ്റെ കിണ്ടികൾ, അതൊക്കെ കടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഗോലി സോഡയുടെ കുപ്പികൾ, പഴയ ടോർച്ച്, ഇസ്തിരിപ്പെട്ടി. ഈ ഫോണൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ കണ്ടുപരിചയം പോലും ഉണ്ടാവില്ല. ഇതിൽ പല സാധനങ്ങളും ഇന്നത്തെ തലമുറ കണ്ടിട്ടുണ്ടാവില്ല. ഓടിൻ്റെ കുതിര കണ്ടില്ല, ഇതൊക്കെ ഓടാണ്. ഇതൊക്കെ കടയുടെ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടാവും. നിങ്ങളത് നിലമ്പൂരിലെ ഒട്ടുമിക്ക ജനങ്ങളും, അതായത് മിക്കവാറും എല്ലാവരും ഈ കടയിൽ കയറിയിട്ടുണ്ടാവും. ഒന്ന് കറങ്ങണം, കറങ്ങി അടിച്ച് ഇരിക്കണം എന്നൊക്കെ തോന്നുന്നവർക്ക്, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ തോന്നുന്നവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളിയിട്ടാണ്. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴയ ടേപ്പ് റെക്കോർഡൊക്കെ പഴയ നമ്മൾ 90 കാലഘട്ടങ്ങളിലൊക്കെ മിസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ടി വി കാര്യങ്ങളൊന്നും, ടി വി ഉണ്ട്, പക്ഷേ ഇന്നത്തെ ഓൺലൈൻ്റെ സ്പീഡൊന്നും നമുക്കില്ലല്ലോ. നമ്മുടെ പാട്ട് കേൾക്കുന്നതൊക്കെ ടേപ്പ് റെക്കോർഡ്, ഇത് പഴയ കൊട്ടകൾ, അതൊക്കെ എപ്പോഴും കിട്ടും. എല്ലാ സാധനവും, അതായത് ഒരു സാധനം പോലും ഇവിടെ വേസ്റ്റ് ആക്കുന്നില്ല എന്നാണ്. എല്ലാ സാധനവും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പഴയ നമ്മളെ കോയിൻ ബോക്സ് ഉണ്ടോ, 1 രൂപ ഇട്ട് വിളിക്കുന്ന കോയിൻ ബോക്സ്. അതിൽ ഈ കോയിൻ ബോക്സിൽ ഉപയോഗിച്ചവർക്കറിയാം, ഇതൊരു ഭയങ്കര കാര്യം തന്നെയായിരുന്നു. കാരണം 1 രൂപ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ടാവും. അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് കാണാതെ പോയ കാര്യങ്ങളാണ്. STD ബൂത്ത് എന്ന് പറയുന്ന പരിപാടി തന്നെ എടുത്തു കളഞ്ഞു. ഇതിൽ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ കടയ്ക്ക്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഒരുപാട് ബേക്കറി ഐറ്റംസൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ കയറി ചെല്ലുന്നവർ തന്നെ. ഇത് ബേക്കറി കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത് കയറി പോകുന്നത് ഉള്ളിലേക്കാണ്. അടിപൊളിയിലായി. ഇതൊക്കെ പഴയ ഈർച്ചവാളാണിത്. ഇതിൽ പല്ല് പോയിട്ടുണ്ട്. ഈർച്ചവാളിൻ്റെ പല പല ജനലുകളൊക്കെ, അതായത് ജനൽപ്പൊളി വെച്ചിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ചുമരുമ്മ ജനൽപ്പൊളി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ഡിസൈനാക്കി കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. ജനൽപ്പൊളിയാണിത്. ഇതൊക്കെ നമ്മുടെ എന്ത് ഷീറ്റാടാ, വണ്ടീൻ്റെ ഒക്കെ ഓരോ ഷീറ്റുകളില്ലേ, യൂസ് ഐറ്റംസ് ആണ് പോയത്. വാള് എല്ലായിടത്തും ഉണ്ട് കേട്ടോ, നമ്മളെ കൈ തട്ടാനുള്ള. ഇതെനിക്ക് പഴയ വാളാണ്. പഴയ വാളിൻ്റെ ഇതൊക്കെ ഈർച്ചവാളൊക്കെ, പണ്ടത്തെ ഈർച്ചവാൾ കണ്ടവർക്കറിയാം. ഇന്നിപ്പോൾ കുട്ടികൾക്കൊന്നും ഇത് വലിയ പരിചയമൊന്നുമില്ല. അവരൊക്കെ കാണുന്ന ഫുള്ള് മെഷീനാണ്. ഇത് നമ്മളെ ബോട്ടിൻ്റെ ഷാറിങ്ങല്ലേ? സൈക്കിളല്ല, വീൽ ചെയറിൻ്റെ. എന്താ ചെയ്യാ, നമ്മുടെ തൊപ്പിക്കൂടെ ഇട്ടത്. സീലിങ്ങൊക്കെ കണ്ടില്ലേ? സീലിങ്ങൊക്കെ ഓരോരോ പീസ് വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ട്യൂബ് ലൈറ്റാണ്, നമ്മുടെ സാധാ ട്യൂബ് ലൈറ്റ്. ട്യൂബ് നിരത്തി വെച്ചിട്ടുള്ളതാണ്. േക്കുള്ള കാഴ്ചയാണിത്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു കാടാണ്. കാട് എന്ന് പറഞ്ഞാൽ നല്ല അലങ്കാരമായിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ പല ഇരുമ്പിൻ്റെ ഐറ്റംസ്. അതായത് സെക്കൻഡ് കടയിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പോകുന്ന സമയത്ത് ഇതൊരു മയിലിൻ്റേതാണ്.
ഒക്കെ ഓരോ സാധനങ്ങൾ അവർക്ക് കിട്ടുന്നത് അവരങ്ങനെ എടുത്ത് വെച്ച് അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് വീൽ ചെയറിൻ്റെ ടയറാണ്. വീൽ ചെയറിൻ്റെ ടയറിൻ്റെ ബാക്കിൽ ജനലിൻ്റെ പൊളിയാണ്. ചുമരൊക്കെ ഓരോ പീസായിട്ട് അവർ കട്ട് ചെയ്തിട്ട്, അതായത് ചുമര് പൊട്ടിച്ചിട്ട് അതിൽ വെട്ടുകല്ലിൻ്റെ ഇതിങ്ങനെ വരച്ചിരിക്കുകയാണ്. ഓരോ ഷീറ്റുകൾ, അതായത് നിങ്ങൾ അവിടെ ചെന്നാൽ മനസ്സിലാവും ഒരുപാട് പഴയ സാധനങ്ങളായിരിക്കും. അത്രയും വെറൈറ്റി ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കത്, ഇത് നമ്മളെ ഈ കറണ്ടിൻ്റെ ബോക്സാണ്, അതിലാണ് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുള്ളത്. ഓരോ ഹട്ടായിട്ടാണ് കേട്ടോ എല്ലാതും. ഓരോ റൂം ഓരോ ചെറിയ ഹട്ടുകളാണ്. അവിടെ നമുക്ക് നല്ല തണുപ്പാണ്. എത്ര ചൂടുണ്ടെങ്കിലും അവിടെ തണുപ്പായിരിക്കും. കാരണം ചങ്ങലയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ കിണറിൻ്റെ കപ്പിയൊക്കെ ഒഴിവാക്കിയ കപ്പികളാണ്. അതൊക്കെ അവിടെ ഓരോ അലങ്കാരമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സാധനം വേസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞതാണ്. ഇത് പഴയ റിമ്മാണ്, റിമ്മ്, അത് സൈക്കിളിൻ്റെ റിമ്മ്. അതൊക്കെ അതേപോലെ ഒരു വെറൈറ്റി കണ്ടൻ്റായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു ഇരുമ്പിൻ്റെ, അതായത് ഞാൻ പറഞ്ഞില്ല, ഒക്കെ പഴയ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ആ സാധനങ്ങളൊക്കെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാഷ് ബേസിൻ ചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. ചട്ടിയിൽ വാഷ് ബേസിൻ ചങ്ങല കൊണ്ട് കെട്ടി തൂക്കിയിട്ട് ഒരു നടപ്പാത, ഒരു കുഞ്ഞി നടപ്പാത. ആ നടപ്പാതയിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ കുറേ ചെടികൾ, ഈ കാലുകളൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ ടെക്സ്റ്റൈൽസിലൊക്കെ ഉണ്ടാകുന്ന ഡമ്മി കാലുകൾ തലകുത്തി വെച്ചിരിക്കുന്ന പോലെ, അതായത് മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാത്തിൻ്റെയും കാലിൻ്റെ അടിയിൽ ഓരോ വട്ടം ഉണ്ടായിരിക്കും. അതിൽ ഓരോ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ. മേലെ കമ്പി കൊണ്ട് ഒരു പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ കൂടെ ചെടികൾ ഇങ്ങനെ വളർന്നു വന്നിട്ട്. ഇതാണ് ഇതിൻ്റെ ഓണർ കേട്ടോ. ഇദ്ദേഹത്തിന് ബുഡോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിട്ടിയതാണ്. ഗിന്നസ് റെക്കോർഡിൽ ഏറ്റവും വലിയ കേക്ക് ഉണ്ടാക്കി എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയാൽ അടുത്തൊരു ഹട്ടാണ്. ആ ഹട്ടിൽ നിങ്ങൾ ബാക്കിൽ കാണുന്ന ആ വെള്ള കളറുള്ളത് വേറൊന്നുമല്ല, നമ്മളെ സാധാ ട്യൂബ് ലൈറ്റാണ്, ഒഴിവാക്കിയ ട്യൂബ് ലൈറ്റ്. അതെടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നേരെ ഇവിടെ ഒരു കിളിക്കൂട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം പഴയ സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുന്നു. താഴത്തെ ഡമ്മിയുണ്ട്. ഇവിടെ പണ്ട് നമ്മുടെ ജോൺസൺ കുടയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇപ്പോൾ അതൊക്കെ നശിച്ചു പോയി. അത് കഴിഞ്ഞാൽ അടുത്തൊരു ഹട്ടാണ്. അതായത് മൊത്തം ഈ കാടിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ ഹട്ട് ഏകദേശം 1 2 3 4 5 5 ഇതൊക്കെ അതിൻ്റെ അവാർഡുകളൊക്കെ ഉണ്ട്. അവർക്ക് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനൊരു കട നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി കമൻറ്റ് ചെയ്യുക. കാണാൻ വഴി കുറവാണ്. ഇതൊരു തെങ്ങിൻ്റെ കുറ്റിയാണ്. തെങ്ങിൻ്റെ കുറ്റിയുടെ മുകളിലേക്ക് ഒരു ഡമ്മി കൊടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഇത് തുണിക്കടയിലെ ഡമ്മി കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെയും അതേപോലെ ഡമ്മികൾ ഒരുപാട് തലകുത്തി വെച്ചിട്ടുണ്ട്. കന്നാസ് മുറിച്ച് ജ്യൂസിൻ്റെയൊക്കെ ഡീറ്റെയിൽ അതിൻ്റെ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്കൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളും അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. വെയിലടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഉള്ളിലേക്ക് വെയിൽ ഇരിക്കുന്നിടത്തേക്കൊന്നും ചൂട്, അതായത് ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് സമയത്ത് വന്നാലും നല്ല ക്ലൈമറ്റാണ്. ഇതല്ലേ ഊഞ്ഞാലുണ്ട്. അവിടെ 2 ഊഞ്ഞാലുണ്ട്. മുകളിലെ സൈക്കിളിൻ്റെ റിമ്മ് തന്നെ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു തെങ്ങിൻ്റെ കുറ്റി അതേപോലെ കേട്, അതായത്
തെങ്ങിൻ്റെ കുറ്റി പൊളിഞ്ഞത് ഒഴിവാക്കാതെ അതിൻ്റെ മുകളിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി നേരെ വന്നു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വലത് ഭാഗത്ത് ഒരു മീൻകുളമാണ്, ചെറിയ കുഞ്ഞ് മീൻകുളം. ആ മീൻകുളത്തിൻ്റെ മേലെ കൂടെ നടക്കാനുള്ള ഒരു വഴി. ഇതൊക്കെ ഈ കമ്പിയൊക്കെ കുട്ടികൾക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള കേട്ടോ, കളിക്കാനുള്ളത്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഒരു മീൻകുളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് കയറി ഇവിടെ ഒരു ഇരിപ്പിടം, ഓപ്പൺ ആയിട്ടുള്ള ഇരിപ്പിടമാണ് ചെയ്തിട്ടുള്ളത്. അതായത് നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്ന് പോവുക. ചന്തക്കുന്നാണ് ഇതുള്ളത്. ബുഡോക്കൺ കോർണർ എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും, കാരണം എല്ലാവർക്കും അറിയുന്നൊരു ഏരിയയാണ്. ബാക്കിൽ ട്യൂബുകളാണത്. ട്യൂബുകൾ ഒരുപാട് ട്യൂബ് ഒരു ഇതിൽ പാത്രത്തിൽ നിറച്ച് വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ വേസ്റ്റാണ് കേട്ടോ, കാരണം അതൊന്നും പഴയത് കടക്കാർക്ക് വരെ വേണ്ടാത്ത സാധനങ്ങൾ. അപ്പോൾ അത് ഒരു നല്ല ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കരാട്ടെ ബുഡോക്കൺ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് ഇതിൻ്റെ ഓണർ തന്നെയാണ് നടത്തുന്നത്. താഴത്താകണ മീൻ. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കരാട്ടെ ക്ലാസ് നടക്കുന്നത്. ഇവരുടെ നമ്പർ നമ്മളിതിൽ മെൻഷൻ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതാണ് ബുഡോക്കൺ കരാട്ടെ അക്കാദമി. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഈ ബുഡോക്കൺ കോർണറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞാനത് ഈ ഇവിടേക്ക് അവിചാരിതമായിട്ട് വന്നത്. നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചുള്ള, അത് നമ്മുടെ പഴയ സാധനങ്ങൾ നമ്മളെ വീട്ടിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു കണ്ടൻറ്റിലാണ് ഇവരും കട ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ കിളിയാണ് കേട്ടോ. അതവിടെ വന്നൊരു ഒറിജിനൽ കിളി തന്നെയാണ്. അതിന് വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ. കിളികൾക്കുള്ള വെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ശരിക്ക് കിളികൾക്കൊക്കെ താമസിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അടിപൊളി ഒരു കുഞ്ഞി കാട്. ടൗണിലാണെന്ന് ആലോചിക്കണം. അതായത് മെയിൻ ടൗണിലാണ് ഇങ്ങനൊരു കാട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് അടുത്തൊരു സ്ഥലം കാണിച്ചു തരാനാണ്. അടുത്ത് നമ്മൾ ഇതിപ്പോൾ കാട് മാത്രമുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിചാരിക്കുന്നവർക്ക് റൂമിലും ഇതിൻ്റെ ഒരു സംഭവമുണ്ട്. അതായത് ഇരുന്ന് കുടിക്കണം, ഉള്ളിലേക്ക് കൂൾബാർ പോലെ വേണമെന്നുള്ളവർക്ക്. ഇതാണ് ഉള്ളിലത്തെ കാഴ്ച. നിങ്ങൾ കാണുന്നുണ്ടാവും പല ഗ്ലാസ്സുകളൊക്കെ തൂക്കിയിട്ട് ചുമരിലൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ട്. ഇത് അവർക്ക് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളാണ്. അത് നേരെ അടുത്ത ഒരു കണ്ടില്ലേ, ജനലുകളൊക്കെ വെറുതെ ഒരു ജനൽ പുളികളൊക്കെ വെറുതെ ഒരു മരത്തിൻ്റെ ഇത് കൊടുത്തിട്ട് പഴയ ജനലുകളാണ്. അതായത് അവിടെ ബ്രോസ്റ്റ് ഉണ്ട്. ഇത് തയ്യൽ മെഷീനാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടതാണ്. ഇവിടെ അത് തന്നെയാണ്, തയ്യൽ മെഷീനാണ്. വേണ്ടവർക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാലുകൊണ്ട് ചവിട്ടി കറക്കി അങ്ങനെ ഇരിക്കാം. സമയം പോകാൻ വിഷയമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് അവാർഡുകൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇത് ഓരോരോ അവാർഡുകൾ അവർ ഫോട്ടോ ആയിട്ട് അവിടെ നിന്ന് തൂക്കിയിട്ടുണ്ട്. ടൈലുകളൊക്കെ ആവശ്യമില്ലാത്ത ടൈലുകളൊക്കെയാണ്, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പഴയ ഫോണാണ്, ഇങ്ങനെ കറക്കി ഉപയോഗിക്കുന്ന ഫോണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ ഞാനും കണ്ടിട്ടില്ല. 90 കാലഘട്ടത്തിൽ കാണാൻ സാധ്യത കുറവാണ്. നമ്മൾ കുറച്ച് കണ്ടിട്ടുണ്ടാവുള്ളത്. ഇത് ഒരു വൈബ് തന്നെയാണ്. ഇങ്ങനത്തെ നമ്മളെ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ട സാധനങ്ങൾ. ടേപ്പ് റെക്കോർഡറാണിത്. ടേപ്പ് റെക്കോർഡർ പല മോഡൽ, അന്നത്തെയൊക്കെ വലിയ രാജാക്കന്മാരാണ് ഈ ടേപ്പ് റെക്കോർഡർ. ഇങ്ങനത്തെയൊക്കെ ടേപ്പുള്ള ആളുകൾ ഭയങ്കര പൈസക്കാർ, ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അങ്ങനത്തെയൊക്കെ ചിന്താഗതിയുള്ള ആ ഒരു കാലഘട്ടമായിരുന്നു. പഴയ റാന്തൽ വിളക്കുകൾ, മരക്കുറ്റി, ഒരു സാധനത്തിനെ അവർ വെറുതെ വേസ്റ്റ് ആക്കിയിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പിൻ്റെ അടിയിൽ കൂടെ ഫുള്ള് ലൈറ്റ് കൊടുത്തിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മേലേക്കൊരു ഗുണ്ടാത്താവളത്തേക്ക് കയറി പോകുന്ന, അതേപോലെ നമ്മളെ വീട് കണ്ടിട്ട് 1-2 പേര് അങ്ങനെ പറഞ്ഞിരുന്നു ഗുണ്ടാത്തലവൻ്റെ വീടാണെന്നൊക്കെ.
അതെന്തോ അവിടെ ഒട്ടിപ്പിടിച്ച പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ മുകളിലേക്ക് കയറിപ്പോയാൽ അവിടെ ഇതാക്കണം കുറേ മരങ്ങൾ. മരം എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ഭംഗി, അതായത് വെറുതെ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുക, പക്ഷെ അത് ഭയങ്കര വൈബായിട്ട് കാണുന്നുണ്ട്. അല്ലേ, വെട്ടല് പൊള്ളച്ച് നിൽക്കുന്ന പോലെ, അത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നേരെ ഉള്ളിലേക്ക് കയറി ഓരോ സാധനങ്ങളും, അതായത് ഇതാണിത് പണ്ടത്തെ തുലാസാണ്. തുലാസിൽ പറയും ത്രാസിൻ്റെ കട്ടയൊക്കെയാണ്. ഇതൊന്നും ഇന്ന് കാണാൻ കിട്ടില്ല. അപ്പം അത് എന്നും ഇതിപ്പോൾ പുതിയതായിട്ട് ആദ്യമായിട്ട് വരുന്ന ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരിത് എന്താ സാധനം എന്ന് ചോദിക്കും. പക്ഷെ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര വൈബായിരിക്കും. പഴയ കാലത്തെ ഓരോ സാധനങ്ങൾ. നമ്മളെ കൊമ്പ് കേട്ടോ, ഇതെന്തിൻ്റെ കൊമ്പാണെന്ന് നമുക്കറിയില്ല. ചുമര് വെട്ടുകല്ലിൽ വരയൊക്കെ ഇട്ട് നല്ല ഡിസൈനാക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ ഓടാണ് പാകിയിട്ടുള്ളത്. ഓട് ഇൻഡസ്ട്രിയൽ വർക്ക് മുകളിൽ ചെയ്തിട്ട് അതിൽ ഓട് പാകിയിട്ടുള്ളതാണ്. ജിഷ്ണു ഇവിടെ ഇരുന്ന് ചാരി ഇരുന്ന് പോസ്റ്റായിട്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്ത് നടന്നിട്ട്. ഇത് കണ്ടില്ല, ഇത് നമ്മൾ കസേര നമ്മുടെ സാധാ വണ്ടിയുടെയൊക്കെ സീറ്റാണ്. അടിയിൽ വീൽ കപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് ബെൽഡ് ചെയ്തിട്ട് സീറ്റാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഡിസൈനായി. ഈ കാണുന്ന ലൈറ്റൊക്കെ ഉള്ളിൽ ഓരോ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, സാൻഡ്വിച്ച്, ബർഗർ, അതിൻ്റെയൊക്കെ വിശദമായ വിവരങ്ങൾ ഒക്കെ കൊടുക്കുന്ന ഒരു ഇത് ഓരോ ലൈറ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ബൾബും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ കേട്ടോ. ഇത് എന്താണിത് സാധനം എന്ന് എനിക്കറിയില്ല. പഴയ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ട് അതിലൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയാണ്. ഒരു ടയറിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തതാണ്. ഇരിപ്പിടം ട്യൂബ് ലൈറ്റാണ് മുകളിൽ കാണുന്നത്. ട്യൂബ് ലൈറ്റിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതെന്തൊക്കെയോ മരം കൊണ്ട് ഉള്ള സാധനങ്ങൾ. ചട്ടിയാണിട്ടത്, സാധാ നമ്മുടെ ചട്ടി. അതിന് ഹോളാക്കിയിട്ട് അത് വാഷ് ബേസിനാക്കി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നേരെ ഇതൊരു AC റൂമാണ്. AC നിൽക്കേണ്ടവർക്ക് AC ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാം കുറേ സാധനങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. നല്ല അടിപൊളി കാഴ്ചയാണ്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഒരുപാട് പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും പഴയ വീടുകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മുടെ ചാനലുണ്ടായിരിക്കുക. ഇതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വല്ല കടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ കമൻറ്റ് ചെയ്യുക. മുകളിൽ കയറാണ് കേട്ടോ. അതായത് നമ്മുടെ ഫാനിൻ്റെ വാൾ ഫാനിൻ്റെ കവർ എടുത്തിട്ട് അതിൽ കയറ് ചുറ്റി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്കല്ല ഹാളിലേക്ക് പോയാലുള്ള കാഴ്ച. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉടമസ്ഥൻ സക്കീറാക്കാൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. സക്കീറാക്കയാണ് ഇതിൻ്റെ തലച്ചോറ് എന്ന് തന്നെ പറയാം. അതായത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള മുഴുവൻ ചെയ്തു വെച്ചിരിക്കുന്നത് സക്കീറാക്കയാണ്. സക്കീറാക്കേൻ്റെയാണ് നമ്മൾ ഈ കട. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ചാനലിനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. പഴമയുള്ളതും പുതുമയുള്ളതും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലിടും. അതിൽ പരമാവധി നമ്മൾ പഴമയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും മെൻഷൻ ചെയ്യുക.